2014 ഓഗസ്റ്റ് 15 പുലർച്ചെ കൃത്യം 2 മണി. രാജ്യം 68ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഉറക്കമുണരുന്നതേയുള്ളൂ. എന്നാൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അപ്പോൾ ഇന്ത്യൻ സുരക്ഷാ സേനയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നും വന്ന ആ ഒരു അപ്രതീക്ഷിത ഓർഡറായിരുന്നു അവരുടെ ഉറക്കം കെടുത്തിയത്. ആ സാധനം അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇന്ന് ഞാൻ പ്രസംഗിക്കില്ല എന്നായിരുന്നു മോദിയുടെ ആ കർശന നിർദ്ദേശം. എന്തായിരുന്നു അന്ന് ചെങ്കോട്ടയിൽ സംഭവിച്ചത്? 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ അസാധാരണ സംഭവത്തിന്റെ ചുരുളഴിച്ചിരിക്കുന്നത് അന്നത്തെ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന RK മാത്തൂർ ആണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിനം. മുൻകാല പ്രധാനമന്ത്രിമാരെല്ലാം ചെങ്കോട്ടയിൽ പ്രസംഗിച്ചിരുന്നത് വെടിയുണ്ടകളെ തടുക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനുള്ളിൽ നിന്നായിരുന്നു. മോദിക്കും അതേ സുരക്ഷാ കവചമാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ കവചം തനിക്ക് മുന്നിലുണ്ടെങ്കിൽ ജനങ്ങളോട് സംവദിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണിയും അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറും പ്രതിരോധ സെക്രട്ടറിയും മോദിയെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ജീവൻ പോയാലും ജനങ്ങൾക്കും തനിക്കുമിടയിൽ ഒരു ഗ്ലാസിന്റെ മറ പോലും പാടില്ല എന്ന നിലപാടിൽ മോദി ഉറച്ചു നിന്നു. ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ധീരതയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ സുരക്ഷാ സേന സ്വാതന്ത്ര്യദിന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുൻപ് പുലർച്ചെ 2 മണിയോടെ ആ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് അഴിച്ചു മാറ്റുകയായിരുന്നു. 2014 മാത്രമല്ല, കഴിഞ്ഞ 12 വർഷമായി എല്ലാ സ്വാതന്ത്ര്യ ദിനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്നത് യാതൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന്റെയും മറവില്ലാതെയാണ്. ഭീഷണികളെ ഭയന്ന് സുരക്ഷാ കവചങ്ങൾക്കുള്ളിൽ ഒളിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല, മറിച്ച് യാതൊരു ഭയവുമില്ലാതെ രാജ്യത്തിന് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഒരു യഥാർത്ഥ രാഷ്ട്ര നേതാവിനെയാണ് ലോകം ഇതിലൂടെ കാണുന്നത്. ഗ്ലാസ് എടുത്തു മാറ്റിയെങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഇന്ന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ആന്റി ഡ്രോൺ സിസ്റ്റങ്ങളും NST സ്നൈപ്പർമാരും ഉൾപ്പെടുന്ന അദൃശ്യവും അതിശക്തവുമായ വലിയൊരു സുരക്ഷാ കോട്ട അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. എങ്കിലും സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ പൗരന്മാരുമായി നേരിട്ട് സംവദിക്കാനുള്ള ആ അവസരത്തിന് പ്രാധാന്യം നൽകിയ പുലർച്ചെ 2 മണിക്കുള്ള ആ അസാധാരണ തീരുമാനം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ചങ്കുറപ്പ് തന്നെയാണ് കാണിച്ചു തരുന്നത്. ന്യൂസ് ഡെസ്ക് കേരളം.